ഞാനിപ്പോൾ റീല് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഡൂം സ്ക്രോൾ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഒരു റീലുണ്ട് ഒരു പുള്ളിയുടെ, നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൗസിൻ്റെ അവിടെ തണുത്താണ് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ കണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓത്തർ സിദ്ധാർത്ഥ് വേഡം അതാണെന്ന് തോന്നുന്നു, വായിച്ചത് ശരിയാണെന്ന് ഉറപ്പില്ല. സിദ്ധാർത്ഥ് വേഡം. റിലീസസ് കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. 1/2 മണിക്കൂറാ, ഒരു 271 MB ഡൗൺലോഡ് ചെയ്യാൻ. നിങ്ങൾ ചായ കുടിച്ചു? ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്യാൻ. ഇന്ന് നമ്മൾ ത്രിപിടിക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടുന്ന കന്നാസിന്റെ കുപ്പിയുടെ അടപ്പ് ഡാമേജ് ആയിക്കൊണ്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തന്നെ അതിന്റെ മെഷർമെന്റ് എടുത്ത് ഡിസൈൻ ചെയ്ത് 3D സാധനം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് തന്നെയുണ്ട്. 1/2 മണിക്കൂറോട് ഇരുന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റത്തെ വെൽക്കമിങ് നല്ല ഇതാണല്ലോ. ഇതിപ്പോൾ വർക്ക് ചെയ്യും. OBS റെക്കോർഡിംഗ് ഉണ്ട്, 2 റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. വെർട്ടിക്കൽ ട്രേ, എനേബിൾ വെബ് ക്യാം, റെക്കോർഡാണ്. ഇതാണ് ഓപ്പൺ സ്റ്റുഡിയോ. സ്ക്രീൻ 1 ഷെയറാ, റെക്കോർഡ് ബട്ടൺ പോകുന്നുണ്ട്. കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫയർഫോക്സ് നോക്കാം. അപ്പോൾ താഴെ തുറന്നു ജസ്റ്റ് ഇതുണ്ടല്ലോ വൈറൽ റൂള്. നല്ല അടിപൊളിയായിട്ട് ലാഗായിട്ട് നോക്കിയിട്ടല്ല. 2 റെക്കോർഡിങ് ഓർഡർ കൊണ്ടാണ് ഇതിപ്പോൾ കഴിഞ്ഞ് ടെസ്റ്റ് അടിച്ച് പോകട്ടെ. ലോഡിങ് റെഡി. സാധനം കൊള്ളാല, ഭയങ്കര സ്മൂത്താണല്ലോ. മൗസ് താഴെ പോയിന്റ് അങ്ങനെ സൂം ചെയ്തു. ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പോകും തന്നെ. ഇത് കുറച്ചുകൂടി ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എങ്ങനെയാണ് തന്നെ സൂം ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ സൂം ചെയ്യോ അല്ലെങ്കിൽ മൗസോടെ കൊണ്ടുപോകുമ്പോൾ സൂം ചെയ്യോ, ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സ്ക്രീൻ ഫസ്റ്റ് ഷെയർ ചെയ്ത് എന്നിട്ട് റെക്കോർഡ് നെക്കാം. ഇനി നോക്കട്ടെ ഇനി തന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. മൗസും വ്യത്യാസം ഉണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതിപ്പോ വെറുതെ സൂമോട്ട് അവിടെ നീങ്ങി, അവിടെ ഫസ്റ്റത്തെ നീങ്ങിയില്ല കേട്ടോ. ഇത് പക്കയാണ് കേട്ടോ. ഇതെന്തിനാ അഡീഷണൽ സെറ്റിങ്സ് ഉണ്ടാവും ഇനി ട്യൂൺ ചെയ്യാനായിട്ട്. പക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് സൂം ചെയ്തില്ല കേട്ടോ. മോഷൻ ബ്ലർ വേണം. മോഷൻ ബ്ലറാണ് എൻ്റെ മെയിൻ പരിപാടി. മോഷൻ ബ്ലറാണ് എൻ്റെ കമ്പ്യൂട്ടർ മൊത്തത്തിൽ ക്രാഷാണ്. ഇവിടെ പൊന്നോ, ഇത് ഒരു ഷട്ടർ എങ്ങനെയാണോ പകുതി ഇതാണ് 150 180 ഷട്ടർ. സോഫ്റ്റ്വെയർ കൊള്ളാട്ടാ. എന്ന് വെച്ചാൽ ഞാനൊന്നും റെക്കോർഡ് നെക്കി മൗസം കടിക്കാൻ നെക്കി സാധനം ഇപ്പോൾ സൂമായി അങ്ങനെ കിട്ടുന്നുണ്ട്. പണി കുറേ ഇതായിട്ടുണ്ട്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഇത് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കണം കുറച്ചാണ് ഇത് എങ്ങനെയാണെന്ന്. എൻ്റെ ഈ സംഭവം ഇങ്ങനെയായിട്ട് നീങ്ങണം. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സൂമിൻ ചെയ്തില്ല. ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ സൂമിൻ ചെയ്യണമെന്ന് എനിക്കൊരു ഇതുണ്ട്. മാനുവലി ഇങ്ങനെ ആഡ് ചെയ്യണം. അത് പേര് കാണിക്കണം. ടൈം ലൈൻ വീഡിയോ എഫക്ട്സ്. മൗസ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ. മൗസിൻ്റെ സൈസ് വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇതൊരു മറ്റേ മാക്കോസ് പോലത്തെ ലുക്കാണല്ലോ സംഭവം. പ്രോഗ്രാം കൊള്ളാട്ടാ. ഇതിലിപ്പോ മാനുവലായിട്ട് ഒരു മിനിറ്റ് ചെയ്ത് നോക്കട്ടെ. ടെക്സ്റ്റിൻ്റെ അവിടെ എന്നിട്ട് എനിക്ക് ഇവിടെ സൂം വേണം.
ഇത് ഞാൻ ഇവിടെ സൂം ആഡ് ചെയ്തു. എനിക്ക് ഇവിടെ സൂം ചെയ്യണം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഓ ഇത് നടുക്ക് തന്നെ ഒരു ആനിമേഷൻ ആണല്ലേ. ഞാൻ ഇതിന്റെ ഉള്ളിലാണ് മൊത്തം ആനിമേഷൻ നടക്കുന്നത്. പണി എളുപ്പമായിട്ടാ. ഇതെന്താണ് ഇത്ര ഉള്ളൂ? ഇത് എന്ത്? എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് ഇങ്ങനെ അടുത്ത് ഇടാല. അവിടെ അടുത്ത് അടിയട്ടെ. ഫയർഫോക്സിന്റെ ലോഗോയില് ഇത്രയും ചെറുതാ. 5 times മാനുവൽ. ഓട്ടോ എന്താണ്? ഓട്ടോ എന്ത് ചെയ്യും? ഓട്ടോക്ക് ഒരു മിനിറ്റ്, ഓട്ടോ കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ ഞാനിത് സെറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഓട്ടോ നിൽക്കി എന്ത് ചെയ്യും? കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വരും. എന്താ മനസ്സിലായിട്ടില്ല ഫോട്ടോ എന്താണ്. ഇങ്ങനെ കാണാല്ലേ സാധനം. ഞാൻ ജസ്റ്റ് ഇപ്പൊ ടെസ്റ്റ് നോക്കണം. ഇത് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്താൽ തന്നെ അവിടെ സൂം ചെയ്യുമോ? അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് നമുക്ക്. എന്ത് സുഖമായിട്ട് ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫോമിനോട് ഇല്ല. എന്റെ ഡയമെൻഷൻ ഞാൻ മോഷൻ ബ്ലർ നോക്കി എപ്പോഴൊക്കെ ക്രാഷ് ആവും. ഇത് അനക്കുമ്പോ ഇത് സൂം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലട്ടാ. പിന്നെ എനിക്ക് ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് കൊണ്ടുപോയി സൂം ആഡ് ചെയ്താൽ മതി. സിമ്പിളാണ് അത് ആഡ് ചെയ്യാൻ. സാധനം കൊള്ളാട്ടാ. എനിക്ക് ഇതിനകത്ത് ഇപ്പൊ എനിക്കൊരു സ്പെസിഫിക് പാട്ട് വേണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ ഈ URL വേണ്ട. അപ്പൊ അതിവിടെ ഒരു ക്രോപ്പ് സാധനം ഉണ്ട്. അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നോക്കട്ടെ. എന്റെ പൊന്നോ, ഇത്രയുള്ള പരിപാടി. പെർഫെക്റ്റ് ആക്കട്ടെ. ഇവിടെ പെർഫെക്റ്റ് ആക്കട്ടെ. ഇത്രയുള്ളൂ പണി കഴിഞ്ഞ്. അയ്യോ, ബാറും റെക്കോർഡായ. ബാറ് സെക്കൻഡ് സ്ക്രീനിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? ബാർ നീക്കാൻ പറ്റുമല്ലോ. ബാർ നീക്കാൻ പറ്റൂട്ടാ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ബാർ നീക്കാൻ പറ്റും. ബാറ് ഞാൻ സെക്കൻഡ് സ്ക്രീനിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ. സെറ്റ് പൊളി സാധനം. സാധനം കൊള്ളാട്ടാ. ഇതിന്റെ ഗിറ്റപ്പിന്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ആ പുള്ളിയുടെ റീലിലോ ഞാൻ കണ്ട റീലും ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. യൂട്യൂബിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് പുറത്ത് പോസ്റ്റ് ചെയ്തേക്കാം. സാധനം അടിപൊളിയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശരി എന്നാ.